ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഡിസിഷൻ ഉണ്ട്. ഉദാഹരണം ഞാൻ ഇത്രയും പടം എടുത്തിട്ടുണ്ട്. ഉം. വെള്ളാനോട്ടെ, ഓട്ടോ 14 പടം എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു പടം വേറെ റിലീസ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. ആ. അല്ലെങ്കിൽ ഏതെങ്കിലും പടം റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് അന്ന് ഞാനും കൂടെ വർക്ക് ചെയ്ത പടത്തിനകത്ത് ഇത്രയും ടെക്നിക്കൽ സപ്പോർട്ട് കയറിയാണ്. ഒന്നാമത് അന്ന് ഡോൾബി ഇല്ല. ആ. ഇപ്പോൾ ഡോൾബി വരുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ അന്ന് DA ചെയ്യാൻ പറ്റില്ല. ഉം. ഉം. ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കളറൊക്കെ തന്നെ. ചെറുതായിട്ടുള്ള ലാബിലെ ഗ്രേഡിംഗ് ഒക്കെ ആണെന്നുള്ളത്. ഉം. ഇപ്പം ഇതെല്ലാം ഉപരി അന്നത്തെ 2007 മദ്രാസ് പ്രസാദ് ലാബിൽ എല്ലാം നെഗറ്റീവ് ഡാമേജ് ആയിപ്പോയി. ആ. ഈശ്വരാധീനം വരെ ചോട്ടാ മുംബൈയുടെ നെഗറ്റീവ് ഒരു കുഴപ്പമില്ലായിരുന്നു. സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ എൻഹാൻസ് ഹാർഡ് ചെയ്തു. ഡിസ്കിൽ എടുത്ത് വെച്ചിരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല. ചില റിലീസിങ് പടങ്ങൾക്ക് ചിലത് പിക്ചർ ചെറുതാവും. ഉം. ഉം. പിന്നെ 35 എന്നുള്ളത് ഒന്ന് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് അന്നേ സിനിമാസ്കോപ്പാണ്. ഓക്കെ. ഓക്കെ. അപ്പം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ വന്നാലും തിയേറ്റർ, പിന്നെ ഇത് അങ്ങനെ OTT ഈ പടം അധികമായിട്ട് വന്നിട്ടില്ല. ആ, അതെ, വന്നിട്ടില്ല. അപ്പോൾ ഇത് തിയേറ്റർ വരുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടതാണ്. പക്ഷേ പലരും ഇതിനകത്ത് കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അന്ന് ഉം. ഉം. കുട്ടികളായിരുന്നവരൊക്കെയാണ് ഇപ്പോഴാണ് മുതിർന്നത് സ്വന്തമായിട്ട്. മറ്റേ വീട്ടുകാർ കാണിച്ചെങ്കിലേ ഉള്ളൂ. പിന്നെ UA അല്ലേ സർട്ടിഫിക്കറ്റ്. അപ്പം ചിലർ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കും. അതിനകത്ത് അങ്ങനെ ഒരു ഓക്വേർഡ് സീൻസ് ഒന്നും ഇല്ല. എന്നാലും ആക്ഷനും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉം.